മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു 25 ദിവസങ്ങൾക്ക് മുമ്പ് ഈ നട്ടതാണ് ഈ പയറുകൾ. അപ്പം ഇത് നട്ടത് ഞാൻ എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്ത വളം എന്താണെന്ന് പലരും ചോദിച്ചു. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത ലായനി വളം ആണ്. അതായത് ചില ഘടകങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ലായനി വളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇതിപ്പോൾ ധാരാളമായിട്ട് പൂക്കുകയും അതുപോലെ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പൂക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലവ് കുറഞ്ഞ രീതികൾ അവലംബിച്ചുകൊണ്ട് ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിലും ഒക്കെ ചെയ്യാവുന്ന രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ചുള്ള കാഴ്ചകൾ, കൃഷിക്കാര്യങ്ങൾ ഒക്കെ അറിയാനും ആ അറിവ് ശേഖരിച്ച് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അവർ ഈ പയറിന് ദീർഘകാലം പയർ കിട്ടാം. അതായത് പയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഹ്രസ്വകാല വിളയാണ്. വളരെ സ്വാദിഷ്ടമായി തോരനും അതുപോലെ തന്നെ വിഴുക്കുപുരട്ടിയൊക്കെ സാമ്പാറിലൊക്കെ ഇടാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ്. പയർ ഇഷ്ടപ്പെടാത്തവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഈ പയറെന്ന് വെച്ചാൽ. അപ്പോൾ ഈ പയറിന് നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, എനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങളും ഈ പയർ കൃഷിയിൽ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ലായനി വളം നട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ച മുതൽ ഞാൻ അതിനൊഴിച്ചു കൊടുക്കുന്ന ഒരു ലായനി വളം ഉണ്ടാക്കുന്ന രീതിയും ഒക്കെയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നോക്കിയത്, ഇത് എല്ലാവർക്കും സുപരിതമായ നമ്മുടെ പുരയിടങ്ങളിലും റോഡിലും ഒക്കെ കാണുന്ന ഒരു ഇലയാണ്. ഇത് ഉപ്പില എന്നും ഒക്കെ പറയും, വട്ടയില എന്നും ഒക്കെ പറയും, വേറെ പേരൊക്കെ ഉണ്ട്. ഈ ഇല ദാണ്ട് ഇതേപോലെ ഒരു ബക്കറ്റിനകത്തോട്ട് ഇടുകയാണ്. ഈ ബക്കറ്റ് എന്ന് പറയുന്നതന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രമായാലും മതി. നമുക്ക് കൃഷി തോനെയുണ്ടെങ്കിൽ അതിന് വലിയ ക്യാനോ ഡ്രമ്മോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബക്കറ്റാണ്. ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്ന സംഗതികൾ പറയാം. ഇത് കടലപ്പിണ്ണാക്കാണ്. നമുക്ക് സുപരിതമാണ്. നമ്മൾ വളർത്തു മൃഗങ്ങളായ പശുവിന് ഒക്കെ കൊടുക്കുന്ന പശു, പോത്ത്, എരുമ, ആട് ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് ഈ പച്ച ചാണകത്തിൻ്റെ ഗുണം മണ്ണിന് ചെയ്യുന്ന അല്ലെങ്കിൽ സസ്യങ്ങൾ കിട്ടുന്ന ഒരു വളമാണ് കടലപ്പിണ്ണാക്ക്. അപ്പം ചാണകം ഇപ്പം പലരും ചേർക്കാൻ മടിക്കുന്നതിൻ്റെ കാര്യം, പ്രത്യേകിച്ച് ഞാൻ ചാണകം ഒഴിവാക്കുന്നത്, പച്ച ചാണകത്തിൽ ധാരാളം കീടങ്ങൾ വന്ന് മുട്ടയിടും. ആ മുട്ടകൾ നമ്മളറിയാതെ തന്നെ കൃഷിയിടത്തിൽ വരികയും അത് വിരിഞ്ഞ് കീടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പുഴുക്കളും മറ്റ് കൊതുകുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചാണകം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ ചാണകം സൂര്യൻ്റെ ചൂടിലിട്ട് ഉണക്കി പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് വെള്ളത്തിനകത്ത് 2-3 ദിവസം ഇട്ടൊന്ന് നേർപ്പിച്ച് അതിൻ്റെ ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത്രയും അത്രയും സമയം ഒഴിവാക്കാനാണ് ഈ കടലപ്പിണ്ണാക്ക് ഞാൻ മേടിക്കുന്നത്. കടലപ്പിണ്ണാക്ക് ഇതാണ്ട് ഈ ഇതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു വളവും ഒപ്പം കീടനാശിനി കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്കൂടെ ദാണ്ട് ഇതിലിട്ടു. ഇനിയും ചെയ്യുന്നത്, ഇത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇത്രയും ഭാഗം വെള്ളം ഒഴിച്ചു, അല്പം സ്ഥലം ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് കെട്ടണം. അതായത് ഇതിനകത്ത് മറ്റ് ജീവികളൊന്നും വന്ന് മുട്ടയിടാതിരിക്കാൻ
മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് കൊതുകായിട്ടും മറ്റ് പരാതങ്ങളുമായിട്ടൊക്കെ മാറും. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ഇത് നല്ല ഭംഗിയായിട്ട് ഒന്ന് കെട്ടിവെക്കണം. അടപ്പുള്ള പാത്രങ്ങൾ വല്ലതും ആണെങ്കിൽ ഭംഗിയായിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ അടപ്പില്ലാത്തതുകൊണ്ടാണ് കെട്ടിവെക്കുന്നത്. ഇത് ഒരു നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാൾ മുതൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു വലിയ കമ്പ വല്ല വിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 7 മുതൽ 15 ദിവസം വരെ കഴിയുമ്പോഴാണ് ഇത് വളമാവുന്നത്. അങ്ങനെ നമ്മൾ വളമാക്കിയത് കൊണ്ട് അത് ഞാൻ അപ്പോൾ കാണിക്കാം. പതിനഞ്ച് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ദാണ്ട് ഇതേപോലെ ഇത് ലയിച്ച് നല്ല വളമായിടും. ഈ വളമാണ് ഞാൻ ഈ പയർ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഈ ലായനി വളം ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നതിൻ്റെ കൂട്ട് തന്നെ ഇത് ധാരാളമായിട്ട് ഇത് കായ്ഫലം ഉണ്ടാവും. കാരണം നമ്മൾ മറ്റ് വളങ്ങൾ, ഉദാഹരണത്തിന് ഈ രാസവളങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് ബോധ്യപ്പെടാം. ഒന്ന്, ഈ പച്ചക്കറികളുടെ ആയുസ് കുറയുന്നുണ്ട്. പകരം ആരംഭത്തിൽ തന്നെ ഇത് വളരെയധികം പടരുകയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെങ്കിലും ആയുസ് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ പടൽ എന്ന് വെച്ചാൽ ഈ വള്ളികളൊക്കെ ഒരുപാട് കൂടും. ഇത് നോക്കിയിട്ട് ഇത് വള്ളികൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല രീതിയിൽ ഇത് ഓരോ മുട്ടിലും നല്ല രീതിയിൽ കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ജൈവ പച്ചക്കറികളിലൂടെ നമ്മൾ കറികൾ ഉണ്ടാക്കുന്നുണ്ട്. ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മൾ കറികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദ് കൂടിയിരിക്കും. ഒപ്പം ഔഷധ ഗുണം, പച്ചക്കറികളൊക്കെ ഔഷധ ഗുണം ഉണ്ടല്ലോ, ആ ഔഷധ ഗുണം ഏറിയിരിക്കും. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ മറുപടിയൊക്കെ ഞാൻ പറയുന്നതാണ്. അവിടെ എല്ലാവർക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്.